പെരിയാറിന്റെ കൈവഴി ഒഴുകിയെത്തുന്ന കൊടുങ്ങല്ലൂർ. സംഘകാല ചരിത്ര പരിച്ഛേദങ്ങളിലും ചേര സാമ്രാജ്യത്തിന്റെ പഴങ്കഥകളിലും കേൾവി കേട്ട മുസിരിസ്. മാലിക് ദിനാറും മാർത്തോമയും വന്നിറങ്ങിയ പുരാതന നഗരി. മലയാള ഭാഷയുടെ പൊന്നു തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും പി ഭാസ്കരൻ മാഷിനും എം.എൻ. വിജയനും ജന്മം നൽകിയ നാട്. ഒരു നഗരമെന്ന നിലയിൽ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംസ്കാര പൈതൃകമാണ് കൊടുങ്ങല്ലൂരിനുള്ളത്. അതുകൊണ്ട് തന്നെ സർവ്വ മേഖലയിലുമുള്ള വികസനമാണ് കൊടുങ്ങല്ലൂരിന്റെ ലക്ഷ്യം. നഗരസഭയുടെ വികസനത്തിൽ എന്നും ഞങ്ങളെ അലട്ടിയിരുന്ന ഒന്നാണ് മാലിന്യങ്ങൾ. അനുദിനം വളർന്നു വരുന്ന വാണിജ്യ സമുച്ചയങ്ങളും നഗരവാസികളും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ വാർത്താമാധ്യമങ്ങളിലും ചർച്ചകളിലും മാലിന്യ നിർമ്മാർജ്ജനം നിറഞ്ഞു നിന്നപ്പോൾ കൂട്ടായ ചർച്ചകൾ, പഠനങ്ങൾ, അന്വേഷണങ്ങൾ, അവസാനം മാലിന്യ സംസ്കരണത്തിന്റെ സൂത്രവാക്യം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 1 കോടി രൂപ ചിലവ് ചെയ്ത് നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ഒരു ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഞങ്ങൾക്കായി. ഇന്ന് ഇവിടെ മാലിന്യ പ്രശ്നങ്ങളില്ല. മാലിന്യം മൂലമുണ്ടാകുന്ന ദുർഗന്ധമോ തന്മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഈച്ച, പുഴു തുടങ്ങിയ പ്രാണികളുടെ ശല്യമോ നഗരസഭയിൽ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, ഇത്രയും ആധുനിക രീതിയിലുള്ള പ്ലാന്റ് ഇപ്പൊ അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ചു. കാരണം പ്ലാസ്റ്റിക് കൈകൊണ്ട് വേർതിരിയാക്കാതെ മെഷീൻ തന്നെ വേർതിരിച്ചുകൊണ്ട് ആ പ്ലാസ്റ്റിക് പൗഡറാക്കി മാറ്റി ആ പൗഡർ ഉപയോഗിച്ച് ടാറിങ് ചെയ്യാവുന്ന രൂപത്തിലാക്കി. മറ്റുള്ളത് വളമായിക്കൊണ്ട് കർഷകർ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനം. 99.9% വേസ്റ്റും ഇവിടെ പ്രോസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കേരളത്തിന് മുഴുവൻ വേണമെങ്കിൽ ഒരു മാതൃകയായിട്ട് ഈ പ്ലാന്റ് മാറുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യം ഒരു പഴങ്കഥയായി എന്ന് മാത്രമല്ല, ഖരമാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങൾ നഗരസഭാ പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ആരോഗ്യമുള്ള ജനത അത് എന്നും ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ആതുരാലയങ്ങൾ നഗരവാസികളുടെ മാത്രം സ്വന്തമല്ല എന്ന തിരിച്ചറിവ് അത്തരത്തിലുള്ള ഒരു വികസനത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം. നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയും അവിടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ലാബും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഭാരതത്തിന്റെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ നഗരവാസികൾക്ക് ഉപയുക്തമാക്കാൻ ഒരു ആയുർവേദ ആശുപത്രിയും ഡിസ്പെൻസറിയും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നും വണിക്കുകളെ തന്നിലേക്ക് ആകർഷിച്ച സുന്ദര നഗരം തന്നെയാണ് മുസിരിസ്. യവനരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും സാർത്ഥവാഹക സംഘങ്ങളായി എത്തിയിരുന്നു മുസിരീസിൽ. വർത്തമാന കൊടുങ്ങല്ലൂരിൽ ഒരു വാണിജ്യ കേന്ദ്രത്തിന്റെ അഥവാ ആധുനിക മാർക്കറ്റിന്റെ ആവശ്യകത ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. കൂട്ടായ ചർച്ചകളും മറ്റുമായി നിരവധി സർക്കാർ ഏജൻസികളെ ഞങ്ങൾ സമീപിച്ചു. അവസാനം ആ ചിന്തകളും സത്യമായി. 4 കോടി രൂപയോളം ചിലവ് ചെയ്ത് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പടുത്തുയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. തൃശൂരിലെയും സമീപ ജില്ലകളിലെയും വ്യാപാര സമുച്ചയങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ
ഇത് തികച്ചും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അക്ഷരം അഗ്നിയാണെന്ന തിരിച്ചറിവിന്റെ പൈതൃക കഥകളേറെ പറയാനുണ്ട് കൊടുങ്ങല്ലൂരിന്. അറിവിന്റെ പടവുകൾ കയറുന്ന ബാല്യകൗമാരങ്ങളെ സർക്കാർ സ്കൂളുകളിലേക്ക് ആകർഷിക്കുവാനും അവർക്ക് വേണ്ടുന്ന മാനസികവും കായികവുമായ അഭിവൃദ്ധി പകർന്നു നൽകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് മനസ്സിലാക്കുകയും ആധുനിക പഠന ബോധന തന്ത്രങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് പിന്നാലെ പോകാനും ഞങ്ങൾക്കായി. 11 സ്കൂളുകൾ, അതിൽ അത്യാധുനിക സൗകര്യങ്ങൾ. തീർന്നില്ല. പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരുന്ന മാനസികാരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിൽ നഗരസഭ ബദ്ധശ്രദ്ധരാണ്. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനായി നഗരസഭയ്ക്ക് ചെയ്യാനാകുന്നത് ചാതുർവർണ്ണയത്തിന്റെ തൊഴിൽ നിയമങ്ങളെ പൊളിച്ചെഴുതുന്ന ഒരു മുന്നേറ്റമാണ്. ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. കാർഷിക വൃത്തികളും മത്സ്യബന്ധനവും പൊക്കാളി കൃഷിയും ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന ഒന്നു തന്നെയാണ്. അവയെ അന്യം നിന്നു പോകാതെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചു. പൊക്കാളി കൃഷിയിറക്കലും വിളവെടുപ്പ് ഉത്സവങ്ങളും കൊണ്ട് കേരളത്തനിമയെ കാത്തുസൂക്ഷിക്കാനും ആരോഗ്യപക്ഷ മേഖലയിൽ കൈമുദ്ര ചാർത്താനും ഞങ്ങൾക്കായി. കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിച്ചാട്ടമാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ കൊടുങ്ങല്ലൂർ നഗരസഭ കൈവരിച്ചത്. 650 ഏക്കറോളം തരിശായി കിടക്കുന്ന നിലങ്ങൾ, അതെല്ലാം തന്നെ പാടശേഖര സമിതികൾ രൂപീകരിക്കുകയും ആ നാട്ടിലെ മുഴുവൻ ജനപങ്കാളിത്തത്തോടുകൂടി അവിടെ കൃഷി ഇറക്കുകയും നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നമുക്ക് നടത്താൻ കഴിയും. ഞങ്ങളുടെ നഗരസഭയിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ്. പാർപ്പിടം ഓരോ പൗരന്റെയും അവകാശമാണെന്ന സർക്കാരിന്റെ നയം ഞങ്ങളുടെ നഗരസഭ വളരെ കാര്യക്ഷമമായി നടപ്പാക്കി. 500-ൽ പരം വാമ്പേ പദ്ധതി പ്രകാരമുള്ള ഭവനങ്ങൾ പണിതു നൽകാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ തൊട്ടടുത്ത നഗരമായ കൊടുങ്ങല്ലൂർ, കോവിലകങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും ഒരു നാഗരിക ജനതയുടെ പഴമയും പുതുമയും ഉത്സവങ്ങളും അവയുടെ കടും നിറങ്ങളും ചാലിച്ച ഞങ്ങളുടെ നഗരം കൊടുങ്ങല്ലൂർ. ഈ നഗരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നഗരസഭ എന്നും പ്രതിജ്ഞാബദ്ധരാണ്.